നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി, അയ്യുന്നാസി അശദ്ദു ബലാഅൻ യാ റസൂലല്ലാഹ്, നബിയേ ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ ആർക്കായിരുന്നു ഹബീബേ? ജനങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം, കഠിനമായ പരീക്ഷണം, കഠോരമായ പരീക്ഷണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ അംബിയാ, അംബിയാക്കൾക്കാണ്, പ്രവാചകന്മാർക്കാണ്. നമ്മുടെ മുൻഗാമികളായ 1,24,000 പരം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർ സുഖലോലുപരായിട്ടല്ല ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. കഠിനമായ പ്രയത്നങ്ങളും കഠിനമായ വേദനകളും സഹിച്ചുകൊണ്ടാണ്, ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ക്രൂരതകളും പീഡനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പരിശുദ്ധമായ ഈ ദീനിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്നത്. അതുകൊണ്ട് മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടത് ബഹുമാനപ്പെട്ട അംബിയാ മുർസലീങ്ങൾക്കാണ്. ഏറ്റവും വലിയ പരീക്ഷണം. ഇപ്പൊ നമ്മുടെ വലിയ പരീക്ഷണം എന്താ? പൗരത്വം. കേട്ടോളി, ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പരീക്ഷണം പൗരത്വമാണ്. ഈ പൗരത്വ നിഷേധം എവിടെ നിന്ന് തുടങ്ങി? പ്രവാചകന്മാരിൽ നിന്ന് തുടങ്ങിയത്. നിങ്ങൾ വിചാരിക്കും ഇപ്പൊ നമ്മളെ മാത്രമാണ്, കേരളക്കരയിലുള്ള നമ്മളെ മാത്രമാണ് ഈ ആട്ടി ഓടിച്ചു വിടുന്നത്, നമ്മളെ മാത്രമായിരിക്കും ഇവർ പറഞ്ഞു വിടുന്നത്. നോ 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 നോ, നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാരെയൊക്കെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ആട്ടി ഓടിച്ചു. മുൻഗാമികളായ ഓരോരുത്തരുടെ എല്ലാ പ്രവാചകന്മാരെയും പറയാൻ സമയമില്ല. 1-2 കേട്ടോളി. ഉദാഹരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് സൂറത്ത് ഇബ്രാഹിം അല്ലാഹു തആല പറയാണ്, വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലതിനാ فأوحى إليهم ربهم لنهلكن الظالمين. അല്ലപോലെ കേട്ട് നമുക്കിപ്പോൾ വലിയ വിഷമമാണ്. നമ്മളെ ഓടിച്ചു വിടുവോ, നമ്മുടെ ഭാര്യയ്ക്കൊക്കെ എല്ലാ ദിവസവും ഭാര്യയ്ക്ക് വൈകിട്ട് ഒരിക്കലും ഭർത്താവിന് ചുംബിക്കാത്തവൾ ഇപ്പോൾ ദിവസം തോറും 3 ചുംബനം കൊടുത്തിട്ടാണ്. കാരണം ഇനി അറിയാൻ പറ്റൂല, ഇനി നിങ്ങൾ പാകിസ്ഥാനിൽ പോയാൽ ഞാൻ ബംഗ്ലാദേശിലാവോ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ബംഗ്ലാദേശിൽ പോയാൽ ഞാൻ നമുക്ക് ഇനി ചുംബിക്കാൻ പറ്റൂല. എന്നാൽ ഇരിക്കട്ടെ, വർക്കത്തിനൊരു സുന്നത്തൊന്നും ഭയങ്കര സുന്നത്ത് ഹയാത്താക്കൊക്കെ ഇപ്പോൾ ജോലി സംഭവം അറിയാൻ പറ്റുന്നില്ല, ഓടിച്ചു വിടുക ഒന്നും ഇല്ലയോ എന്നുള്ളത്. പെണ്ണുങ്ങൾ ഭയങ്കര ടെൻഷനിലാണ്. അപ്പം നമ്മൾ അവരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കണം കേട്ടോ. അവരെയൊക്കെ നമ്മളൊന്ന് സമാധാനിപ്പിച്ചു കൊടുക്കണം. തമാശ തന്നെയല്ല. ഞാൻ കാസർഗോഡൊക്കെ പ്രസവിക്കാൻ പോകുമ്പോൾ എന്നോട് സംഘടകർ പറയാം, ഉസ്താദെ പെണ്ണുങ്ങളൊക്കെ വലിയ വിഷമത്തിലെ ടെൻഷനിലാണ്, അവരെങ്ങനെ വേറെ ജയിലിലൊക്കെ അവിടെയൊക്കെ ആസാമിലൊക്കെ ഇട്ടിക്കുന്നുണ്ടാവും, നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കൊണ്ടിടുവോ, പിന്നെ നമ്മളൊക്കെ എന്താവും, വലിയ പേടിയാണ്, ഭയങ്കര ടെൻഷനിലാണ്. നമ്മളെങ്ങാണ് അവരെ കളഞ്ഞിട്ട് പോവുക അബീവേ? നമ്മൾ അള്ളാഹുവിനോട് എടുത്ത ഏറ്റവും വലിയൊരു കരാറല്ലേ, ഉസവ്വജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീം ബിഇഹ്സാൻ. ഒരു ഭാര്യയായിട്ട് നമ്മൾ അവളെ കൈക്ക് പിടിച്ച് ഏറ്റെടുക്കുന്ന ഒരു കരാറെന്ന് പറഞ്ഞാൽ വാഖദ്ന മിൻകും മീസാഖൻ ഖലീല, ബലിഷ്ഠമായ കരാറാണ്. അതിൻ്റെ അർത്ഥം എന്താ? നീ തിന്നാൽ അവളെയും തീറ്റിക്കണം, നീ ഉടുത്താൽ അവളെയും ഉടുപ്പിക്കണം, നീ നല്ല റാഹത്തടി ജീവിക്കും, അവളെയും നീ ജീവിപ്പിക്കണം. അപ്പം നീ ജീവിക്കുന്നുണ്ട്, ഇവിടെയുണ്ട് എങ്കിൽ അൽഹംദുലില്ലാ അവൾ നിന്നോടൊപ്പം ഉണ്ടാകും. അതല്ലാതെ നീ അവളെ വിട്ടിട്ട് പോകുന്ന ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ പോവാണെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ, അല്ലാതെ പോവില്ല. അങ്ങനെ പേടി വേണ്ട. നമ്മുടെ ഭാര്യയെ കളഞ്ഞിട്ട് നമ്മളൊന്നും എങ്ങോട്ടും ഇൻഷാ അല്ലാഹ് പോവില്ല കേട്ടോ. പിന്നെ നമ്മളെ കളഞ്ഞിട്ട് അവൾ ഒളിച്ചോടി പോകാതിരുന്നാൽ മതി. അതൊന്ന് സൂക്ഷിച്ചാൽ, അതൊന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇപ്പൊ കാണുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പൊ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയട്ടെ? അൽഹംദുലില്ലാ, സമയമായോ? ഒരു 3 സ്വലാത്ത് ചൊല്ലിക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സമയമുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് സ്വലാത്ത് ചൊല്ലിയ സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ഏതൊരു പ്രശ്നത്തിൽ ഞങ്ങൾ ദുഃഖിതരാണോ അത് ഞങ്ങൾക്ക് വിജയിപ്പിച്ച് തരണേ പടച്ചവനെ, സന്തോഷിപ്പിക്കണേ പടച്ചവനെ.
അള്ളാഹു ഞങ്ങളുടെ പിറന്ന മണ്ണ് അത് ഞങ്ങളുടെ സ്വന്തം അവകാശമാണ്. അത് ഞങ്ങൾക്ക് നീ നേടിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ കേസുകളെല്ലാം വിജയിപ്പിച്ച് അനുകൂലമാക്കണേ അള്ളാഹുവേ. അധികാരികളുടെ ഹൃദയങ്ങളെ റഹ്മത്ത് കൊണ്ട് കരുണ കൊണ്ട് നീ മാറ്റിമറിക്കണേ പടച്ചവനെ. എല്ലാവരും ആ സ്വലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ബിസ്മിയും പറഞ്ഞു നിയത്ത് ചെയ്ത് എല്ലാവരും ആ പോക്കറ്റിൽ നിന്ന് കൈയിട്ടൊരു കാര്യമായൊരു സ്വതക്ക, എല്ലാവരും ഒരു കാര്യമായ സ്വതക്ക നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇടണം. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കവർ തരും. നാളെയും കൂടെ നമ്മുടെ ഈ പരിപാടിയുണ്ട്, 2 ദിവസമേ ഉള്ളൂ. പിന്നെ നിങ്ങളിരുന്ന് താത്തൊന്നും ചോദിക്കാനൊന്നും ഇവിടെ ഒന്നും ആരുമില്ല. ഇൻഷാല്ലാഹ് വയ്യാതാനും. അതുകൊണ്ട് നിങ്ങൾ ഒരു നല്ല ഒരു 500 ഒരു 1000 അൽഹംദുലില്ലാഹ് 2 ദിവസം ഇവിടെ പറഞ്ഞല്ലോ ഈ ചെലവ്. ഈ 2 ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ വഅളാണ്. ഇവിടെ നല്ലപോലെ ഒരു നസീഹത്ത് നമുക്കെല്ലാവർക്കും സഹോദരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് സംഘടിപ്പിച്ചത്. എന്നാൽ ഇത് വെറുതെ ഒന്നും പറ്റില്ല. ഈ മൈക്കാരന്മാർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണം, നമുക്ക് വണ്ടി കൂലിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചില്ലറൊക്കെ തരണ്ടേ. അപ്പോൾ എല്ലാം കൂടെ ചേർത്തൊക്കെ വരുമ്പോൾ ഒരു തുക ചിലവ് വരുമ്പോൾ എന്തെങ്കിലും ഒരു സദഖ നിങ്ങളുടെ ബർക്കത്തായിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നും നാളെയുണ്ട്. നാളെ ഞാൻ കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞുതരും ഇന്ത്യയുടെ ഒക്കെ. തീർന്നില്ല പരിഹാരം, ഇതിന് പരിഹാരം, പ്രതിസന്ധികൾക്ക് പരിഹാരം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്ന് നാളെ ഈ 2 ദിവസം പൂർണ്ണമായിട്ട് നിങ്ങൾ കേൾക്കണം. എന്നാലേ എന്താണ് നമുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സഹോദരങ്ങളെ, നിങ്ങളുടെ കയ്യിൽ തരുന്ന കവറിൽ എന്ത് നിങ്ങൾക്ക് തോന്നും, നിങ്ങൾക്ക് ഒരു ഇത് റാഹത്തായിട്ട് തോന്നിയാൽ അൽഹംദുലില്ലാഹ് വർഷം തോറും നടക്കുന്ന ഈ പരിപാടി പടച്ചവനെ ഹൈറാക്കണം എന്ന് പറഞ്ഞാൽ ഒരു 500 ഒരു 313 ഒന്ന് നിയത്ത് ചെയ്ത് എന്താ അവിടുത്തെ ആ ഒരു പണ്ടാരം അതൊന്ന് ഒഴിഞ്ഞു കിട്ടി റാഹത്താവാൻ വേണ്ടി നിയത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് കൊടുക്കുക. നമുക്ക് നാളെ നല്ലപോലെ ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ, അല്ലാഹ് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, അതെല്ലാവരും പൈസ ഇട്ടോളി, ബാക്കി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. സമയമില്ല, നമുക്ക് പെട്ടെന്നൊക്കെ നിർത്തണം. പരീക്ഷയൊക്കെ അടുത്ത് വരുന്നത് കൊണ്ടേ അതാണ് 8:30 10:30 നമ്മുടെ ടൈം അതാണ്. 8:30 to 10:30, 10:30 ലാസ്റ്റ്. അപ്പോൾ നമുക്ക് ആ നിയമങ്ങളെയൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് നമുക്ക് നിർത്താം. പിന്നെ തുടങ്ങാൻ താമസിച്ചാലും നിർത്താൻ പിന്നെ താമസിക്കൂല, അത് എൻ്റെ ഒരു ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി നമുക്ക് കുറച്ച് കൂടുതൽ സംസാരിക്കാം. പിന്നെ 10:30 കഴിയുമ്പോൾ ഇനി ആർക്കെങ്കിലും ചൊറിച്ചിൽ വന്നിട്ട് പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്നിട്ട് പിന്നെ മൈക്ക് ഓഫാക്കാൻ പറഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ട, റാഹത്തായിട്ട് സമയം അതിൻ്റെ കൃത്യത പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം, അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൻ്റെ കവറോടെ കൊടുത്തോളി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നാളെയും കൂടെ വരുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈ ഉണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ പിരിവൊന്നും അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കുന്നില്ല. ഇതിൻ്റെ ചിലവും മറ്റു കാര്യങ്ങൾ ബാക്കി വരുന്ന ഇവിടുത്തെ സാധുക്കളെയൊക്കെ സഹായിക്കും. അൽഹംദുലില്ലാഹ് സന്നദ്ധ സംഘടനകളാണ് ഇവർ. അപ്പോൾ അവർ അത് ഒന്നും വേസ്റ്റ് ആക്കൂല, ഉറപ്പാണ്, അത് ഉറപ്പാണ്, 100% എനിക്കത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന 1 രൂപ അത് നന്മയിലേക്ക് എത്തുള്ളൂ. അതിൻ്റെ ബർക്കത്ത് ഇവിടെ കാണും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് സഹകരിക്കണം. ബിസ്മില്ലാഹ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശ്രദ്ധിച്ചോണേ, വിഷയം വിട്ടുപോകല്ലേ, എല്ലാവരും ശ്രദ്ധിച്ചോണേ, വിഷയം വിട്ടുപോകല്ലേ. വിഷയം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെ ഗൗരവത്തിൽ പോക്കറ്റിൽ കൈയിടാൻ മറന്നു പോകരുത്, അതും ഓർത്തോണം. ശ്രദ്ധിച്ചോണം, ബക്കറ്റ് കൊണ്ടുവരുമ്പോഴേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രവാചകന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാർക്കുണ്ടായ സംഭവം എന്താ? ആദ്യമായിട്ട് ഓരോരോ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നമുക്ക് തുടങ്ങണം. കാരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് അവിടുന്ന് പൗരത്വം നിഷേധിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അതിന് ചരിത്രം ഉണ്ട് കേട്ടോ. ആദ്യത്തെ പൗരൻ ആര്? ഇന്ത്യയുടെ. ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നാൽ പിന്നെ ഒരുപാട് ചരിത്രം പറയേണ്ടി വരും. എന്നാലും ഒന്ന് കേട്ടോളി. പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ പ്രഥമ പൗരൻ, ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ഹമാരാ പിതാജി കോൻ ഹേ? ഏ ഭായിയോ ബഹനോ ഒക്കെ ചോദിക്കൂലേ? ഏ ഭായിയോ ബഹനോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലാൽ ഖിലയുടെ മോളിൽ കയറി എന്നൊക്കെ പറയുമ്പോ ആരാണ് പ്രഥമ പൗരൻ? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അറിയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ? കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ കേട്ടോ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ബീവി ഹവ്വ, രണ്ടുപേരും കൂടെ അല്ലാഹു തആല പറഞ്ഞു, ഏയ് ആദമേ, ആ പരിസരത്ത് കണ്ടോ, ഏറ്റവും വലിയ ശിക്ഷ ഉണ്ടാകാനുള്ള കാരണം അനുസരണക്കേടാണ്. നല്ലപോലെ മനസ്സിലാക്കിക്കോ. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. നിങ്ങൾ രണ്ടുപേരും ഈ വൃക്ഷത്തിന്റെ പരിസരത്ത് അടുക്കരുത് കേട്ടോ. ഇവിടെ അടുത്ത നിങ്ങൾ രണ്ടുപേരും ളാലിമീങ്ങളാവും. അല്ലാഹ് പറഞ്ഞ വാക്കതാണ്. അനുസരണക്കേട് കാണിച്ച ലാലിമാവെന്ന് പറഞ്ഞ, അക്രമിയാവെന്ന പറഞ്ഞ വാക്കതാണ്. ഫതകൂനാ മിനൽ ളാലിമീൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയോ പോയ തക്കം നോക്കിയിട്ട് ഈ ശൈത്താൻ വന്നിട്ട്, ഇബ്ലീസ് വന്നിട്ട് പെണ്ണിനെ കുടിച്ച്. അതാണ് എല്ലാവരും ഈ പെണ്ണിനെ കൊടുക്കുന്ന സ്വഭാവം, പെണ്ണുങ്ങളെ കൊടുക്കുക. ഇപ്പൊ പുതിയൊരു സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. ഈ നമ്മുടെ പൂർവിക വിദ്യാർത്ഥികൾ അവരുടെ പഴയ നമ്പറുകളൊക്കെ പിടിച്ചിട്ട് അവർ തമ്മിൽ ഇതൊക്കെ ലൈനടി തുടങ്ങിയിട്ടുണ്ട്.
തന്നെ ഈ കൊച്ചു കൊച്ചു കുട്ടികൾ ഈ സ്കൂൾ കുട്ടികളൊക്കെ ലൈനടിക്കുന്നത് കണ്ടിട്ട് ഇവർക്ക് കൊതി വരുന്നു. പക്ഷേ പണ്ടൊന്നും നമുക്കിത് പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവരിങ്ങനെ ഗവേഷണം ചെയ്ത് നോക്കും. മുട്ടയൊക്കെ എടുത്തിട്ട് അതിനകത്ത് കളം വരച്ചിട്ട് നമ്മുടെ പഴയ കൂട്ടുകാരന്മാരുടെ നമ്പരെല്ലാം തപ്പി പിടിച്ചിട്ട് ഹായ് കൂയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ മെസ്സേജുകളൊക്കെ ഇട്ടിട്ട് ആ പൂർവിക വിദ്യാർത്ഥികൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിട്ട് ആണും പെണ്ണും കൂടെ അങ്ങനെ പിന്നെ ചോദിച്ച് ആദ്യം പറയും നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരം പോക്ക സമയം പോക്ക, നേരവും പോയി അളിയ, സമയവും പോയി അളിയ, എൻ്റെ ചാരിത്ര്യവും പോയി അളിയ, എൻ്റെ കുടുംബവും പോയി അളിയ. ലാസ്റ്റ് ഘട്ടത്തിൽ എത്തിച്ചേരുന്ന അങ്ങനെയാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഇത് ഏറ്റവും വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മൾ അപമാനിതരാകും. പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മുടെ ഇസ്സത്ത് നിലനിർത്തട്ടെ. നമുക്കൊരു കുടുംബമുണ്ട്. നിൻ്റെ കൂട്ടുകാരുമായിട്ട് നീ സംസാരിച്ചോ. എന്തുകൊണ്ട് പ്രദീപ വിശേഷ സുഖമല്ലേ, കുടുംബജീവൊക്കെ റാഹത്തല്ലേ, മക്കളൊക്കെ സന്തോഷമാണല്ലോ, പഠിക്കുന്നുണ്ടല്ലോ, ആ ശരി ഓക്കെ. പിന്നെ കാളവാല് പൊക്കുന്ന രീതിയിലോ മെസ്സേജ് വന്നാൽ അറിയാം ഇത് സംഭവം മോനെ ദിനേശ ഇത് വേണ്ട, എനിക്കൊരു കുടുംബമുണ്ട്, 3 മക്കളുണ്ട്, അതൊക്കെ ഉണ്ട്, ഈ പണി വേണ്ട, അതുകൊണ്ട് നീ നിർത്തിയാലേ നമ്മളുള്ള ബന്ധം കളയണ്ട എന്ന് പറഞ്ഞ് ബ്ലോക്കാക്കി ഡിലീറ്റ് ആക്കിയത് ഹലാസ്, തീർന്നല്ലോ. ഇനി അല്ലാതെ അവൻ കുറേ ഓഫറുകൾ നിനക്ക് ഇട്ട് തരും, നീ ആ ഓഫറുകളൊക്കെ സ്വീകരിക്കും. അവൻ പറയുന്ന സ്ഥലത്ത് നീ വരാൻ പറയും, നീ അങ്ങോട്ട് പോകും. അവന് ഒരു ദിവസം നിന്നെ ഒന്ന് വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ അവനോട്ടുള്ള ബന്ധം തരും. പിന്നെ അവൻ നിന്നെ ബ്ലോക്ക് ആക്കിക്കോളും, നീ പിന്നെ ബ്ലോക്ക് ആക്കേണ്ട ആവശ്യമില്ല. നിന്റെ ബ്ലോക്ക് തുറക്കും, അവൻ്റെ ബ്ലോക്ക് അടയും, അതാ സംഭവം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയോ, അത് ഏറ്റവും നല്ലതാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തേ പോവാന്നോ? ആ പെട്ടെന്ന് വിട്ടേക്കെന്നാ കേട്ടോളി, വിഷയങ്ങളൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പോൾ മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബിയുടെ ഭാര്യയെ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി. ആദം നബിയുടെ ഭാര്യ ഇബ്ലീസ് വന്നിട്ട് കുടുക്കി, അങ്ങോട്ട് വീണു, അതിലങ്ങോട്ട് വീണുപോയി. അതുകൊണ്ടാണ് അവിടെ പ്രശ്നം വന്നതാണ് ഇന്ന് നമ്മുടെ പെണ്ണുങ്ങൾ വീഴുന്നത് കേട്ടോ. അന്ന് അവിടെ കൊല നടന്നത് കൊണ്ടാണ് ഇന്നും ഇവിടെ കൊല നടക്കാനുള്ള കാരണം. അതിനുള്ള കാരണങ്ങൾ അതാണ്, ഒരുപാട് കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം, അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അന്ന് നമ്മുടെ പെണ്ണിനെ അവിടെ കുടുക്കി, നമ്മുടെ ഉമ്മയെ അവിടെ കുടുക്കി, അതിൽ വീണു. അത് വേറെ ലൈനടിയൊന്നും അല്ലായിരുന്നു, അത് പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ തീറ്റിച്ചു. അപ്പൊ അള്ളാന്റെ ഓർഡർ വന്നു, ഇവിടെ അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഇവിടെ പൗരത്വമൊന്നുമില്ല, വണ്ടി വിട്ടോളാൻ പറഞ്ഞു. നേരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വണ്ടി വിടാൻ തീരുമാനിച്ചു. അവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഡിസ്മസ് ആക്കി തിരിച്ചെടുക്കൂലല്ലോ, അതുകൊണ്ട് സസ്പെൻഡ് ചെയ്യുക, തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്ക്, ഇവിടുന്ന് പോയിക്കോ, അനുസരണക്കേട് കാണിച്ചല്ലേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരാജ്യങ്ങളിൽ വെച്ച് ഏത് മണ്ണിലേക്കാണ് ഇറക്കാൻ തീരുമാനിച്ചതെന്നറിയോ? ലോകത്ത് നിന്ന് 247 രാഷ്ട്രങ്ങളുണ്ട്. ലോകത്തിന് 247 രാഷ്ട്രം, 196 രാഷ്ട്രങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുണ്ട്. അംഗത്വം ഇല്ലാത്തതും കൂടെ ചേർത്താൽ 247 രാഷ്ട്രങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാജ്യങ്ങളിൽ വെച്ച് ആദം നബിയെ ഇറക്കാൻ തീരുമാനിച്ചത് മഹത്തായ ഈ ഭാരതത്തിന്റെ മണ്ണിലാണ്. അമേരിക്കയിൽ അള്ളാഹ് ഇറക്കാൻ തീരുമാനിച്ചില്ല, ഇംഗ്ലണ്ടിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല, യൂറോപ്പിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. മനസ്സിലായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൗദി അറേബ്യയിൽ ഇറക്കാൻ തീരുമാനിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കാൻ തീരുമാനിച്ചത് ഇന്ത്യയുടെ മണ്ണിലാണ്. അതുകൊണ്ട് പ്രഥമ പൗരൻ ആര്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെയാ ഇറങ്ങിയത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവ്വലു മാ ഹബതല്ലാഹു ആദമ ഇലൽ അർളി ബിദജ്നാ ഐ അർളുൽ ഹിന്ദി. ദജ്ന എന്ന് പറയുന്ന മണ്ണിലാണ്, ഭൂമിയിലാണ് അല്ലാഹു തആല ആദ്യമായിട്ട് ആദം നബിയെ ഇറക്കിയത്. അന്ന് ആ ദജ്ന എന്ന് പറയുന്നത് സരൺ ദ്വീപാണ്, അത് ശ്രീലങ്കയാണ്. ഇന്നും നിങ്ങൾ തമിഴ്നാട്ടിൽ രാംനാട് ഡിസ്ട്രിക്റ്റിലെ രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ഒന്നുകൂടെ നിങ്ങൾ മുന്നോട്ട് നടന്നാൽ ഖാബീൽ, ഹാബീൽ, ഇഖ്ഹിമ എന്ന് പറയുന്ന ആദം നബിയുടെ 3 മക്കൾ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം. രാമേശ്വരം പാമ്പൻ പാലം കേട്ടിട്ടുണ്ടോ? രാമേശ്വരം പാമ്പൻ പാലം
കടലിലൂടെ ഒരു പാലമുണ്ട് തമിഴ്നാട്ടില്. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി എവിടെയാണ് ഈ കാബീൽ ഹാബീലിന്റെ മക്ബറ പോയാൽ കാണാം. 70 മുഴം നീളത്തിൽ 2 ഖബർ കാണാം. അവിടെ നിന്ന് കടൽ മാർഗം 16 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആദം മലയിലെത്തും. കടൽ മാർഗം സിലോൺ, ശ്രീലങ്ക. പക്ഷെ നമുക്ക് പോകാൻ പറ്റൂല, അത് അടുത്ത രാജ്യമായി പോയില്ലേ. അപ്പൊ അന്ന് ഇതെല്ലാം സിന്ധുവിൽ പെട്ടതാണ്, ഇന്ത്യയിൽ പെട്ടതാണ്. അന്ന് ഇതെല്ലാം മനസ്സിലാക്കണം. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഇറങ്ങിയത്. ഇന്നും ആദം നബിയുടെ പാദസ്പർശമേറ്റ അടയാളം അവിടെ ഉണ്ട്. ആദം മല എന്നാണ് അവിടെ അറിയപ്പെടുക. ആദം മല. ഇന്ന് അറബികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ഇന്നും അവിടെ സന്ദർശകരുണ്ട്. ആദം മല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 70 മുഴമാണ് നീളം. പക്ഷേ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നീളം ആദം നബിയെ ഇറക്കിയപ്പോ, സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോ, വകാന റഅസുഹു ഫിസ്സമാ, ആദം നബിയുടെ തല ആകാശമുട്ടേ നിൽക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട ആദം നബിയുടെ നീളം അല്ലാഹു തആല തഅറസഹു ഇലാ 70 ദിറാഅ, 70 മുഴമായി അല്ലാഹു കുറച്ചു. 70 മുഴാക്കി കളഞ്ഞു. ആകാശമുട്ട നീളം ഉണ്ടായിരുന്നു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയപ്പോൾ. എല്ലാം കാണാം, മലക്കളെയും കാണാം, മലക്കളുടെ ശബ്ദം കേൾക്കാം, അവിടുത്തെ അവസ്ഥകളൊക്കെ അറിയാം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നീളം കുറച്ചു കളഞ്ഞു. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പരാതിപ്പെട്ടു, യാ റബ്ബി, പടച്ചവനേ, ഇന്നി ലാ അസ്മഉ അസ്വാതൽ മലായിക വലാ അഹ്സുഹും. അല്ലാഹുവേ, ഇന്ന് വരെ മലക്കുകളുടെ സംസാരങ്ങളും അവരുടെ ചലനങ്ങളും ഞാൻ അവരുടെ ശൈലികളും ശബ്ദമാധുര്യവും കേട്ടവനാണ്. അല്ലാഹുവേ, നീ എൻ്റെ നീളം കുറച്ചു പോയല്ലോ. അവരുടെ സംസാരങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. വിഷമം പറഞ്ഞു. അല്ലാഹ്, പടച്ചവനെ, നീളം നീ കുറച്ചു കളഞ്ഞല്ലോ, എന്റെ നീളം നീ കുറച്ചു കളഞ്ഞല്ലോ പടച്ചവനെ, എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാഹുവേ. അല്ലാഹു തആല മറുപടി പറഞ്ഞു, എന്തിനാണ് നീളം കുറച്ചതെന്ന് അറിയോ ആദമേ? ഖതീഅതുക യാ ആദം, ആദമേ, നീ ചെയ്ത പാപമാണ് നിന്റെ നീളം കുറയാൻ കാരണം. ഒരു പാപം ചെയ്ത് അല്ലാഹു തആല ഒരു പണിഷ്മെന്റ് നമുക്ക് തരൂല. അവിടെ ചെയ്ത തെറ്റില് അല്ലാഹു തആല പൗരത്വം എടുത്ത് കളഞ്ഞ് അങ്ങോട്ട് വിട്ടു, നീളവും കുറച്ചു കളഞ്ഞു അല്ലാഹു തആല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീർന്നില്ല. ഈ ഇടങ്ങേറാക്കിയ പെണ്ണുമ്പുള്ള ഭാര്യ അല്ലാഹു തആല മാറ്റിക്കളഞ്ഞു. രണ്ടുപേരും 2 സ്ഥലത്താക്കി കളഞ്ഞു അല്ലാഹു തആല. അതാണ് നോക്കണേ. ഇന്ന് വരെ മക്കയിൽ ബഹുമാനപ്പെട്ട ഹവ്വ ബീവിക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഈ മക്കയിൽ വന്നു പോരെന്ന് പറഞ്ഞാൽ അവളുടെ അടുത്ത് ഈ മക്കയിൽ വന്നു പോകരുത്. ഹവ്വ ബീവിക്ക് മക്കയിൽ വരാൻ പറ്റിയിട്ടില്ല. ഹവ്വ ബീവി എവിടെ അടങ്ങിയത്? ജിദ്ദയിൽ. അതിനാണ് ജിദ്ദയ്ക്ക് ജദ്ദ എന്ന പേര് വന്നത്. ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മുമ്മ എന്നതിൻ്റെ അർത്ഥം. ജദ്ദത്ത്, ഉമ്മുമ്മ എന്നർത്ഥം. അവിടെയാണ് അടക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരെയും അല്ലാഹു തആല ഒന്ന് യോജിപ്പിച്ചു. എവിടെ വെച്ചാണ്? അറഫയിൽ വെച്ച്. അവർ രണ്ടുപേരും അറഫയിൽ വെച്ച് സംഗമിച്ചപ്പോ പരിചയപ്പെട്ടു, കണ്ടു, സന്തോഷിച്ചു. അങ്ങനെ പരസ്പരം അവർ അറിഞ്ഞു. അതിന്റെ പേരിലാണ് തആറഫ എന്ന പേരാണ് അറഫായിക്ക് അല്ലാഹു തആല ഇട്ടത്. അറഫ എന്ന പേര്, പരസ്പരം അറിയുക. ഇന്നും അതേപോലെയല്ലേ? കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നവർ അറഫ മൈതാനിയിലാണ് ഒരുമിച്ച് കൂടുക. ആ അറഫ മൈതാനിൽ പരസ്പരം നമ്മൾ അറിയും പലരെയും. അതുകൊണ്ടാണ് അറഫ മൈതാനത്തിന് അറഫ, അറിഞ്ഞു എന്ന പേരിടാനുള്ള കാരണം. മറ്റൊരർത്ഥം കൂടെ വരുന്നുണ്ട്. സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, റബ്ബനാ അരിനാ മനാസികനാ, എനിക്ക് നീ ഹജ്ജ് ഒന്ന് പഠിപ്പിച്ചു താ നാഥനേ. ഹജ്ജ് പഠിപ്പിച്ചു തരാൻ വേണ്ടി അള്ളാഹുവിനോട് ഇബ്രാഹിം നബി പറയാണ് ഹജ്ജ്. അപ്പൊ ഈ ഹജ്ജിന്റെ ക്ലാസ് എടുക്കണ്ടേ? ഹജ്ജിന്റെ ക്ലാസ്സിൽ പോകണ്ടേ? ഹജ്ജ് പഠിക്കണം, ഉംറ ചെയ്യേണ്ടത് പഠിക്കണം, ഹജ്ജ് ചെയ്യേണ്ടത് പഠിക്കണം. അത് നല്ല നിലയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഹജ്ജ് ക്ലിയർ ആവുകയുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കൊണ്ട് 4 ലക്ഷം രൂപ കളഞ്ഞിട്ട് വരാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു, അരിനാ മനാസികനാ, പടച്ചവനെ, ഹജ്ജിന്റെ മനാസിക്കുകളെ നീയൊന്ന് പഠിപ്പിച്ചു തരണമേ നാദാ. ഉടനെ അല്ലാഹു ജിബ്രീലിനെ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയെ വഹിച്ചുകൊണ്ട് ജിബ്രീൽ ഹജ്ജിന്റെ മനാസിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവസാനമായി അറഫ മൈതാനിയിൽ ജിബ്രീലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബിയും എത്തുകയാണ്. അവിടെ എത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു,
അറഫ്തു യാ ജിബ്രീൽ, ഹജ്ജ് എന്താണെന്ന് ഞാനിപ്പോ പഠിച്ചു, അറിഞ്ഞു, മനസ്സിലാക്കി ജിബ്രീൽ. അങ്ങനെ അറഫ എന്ന പേര് അവിടെ വന്നു. അതിനാണ് ഈ അറഫ എന്ന പേര് വന്നത്. അറിഞ്ഞു, മനസ്സിലാക്കി. മനസ്സിലായില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഹവ്വാ ബീവിയെയും 2 ധ്രുവത്തിലാക്കി. മക്കയിൽ വരരുതെന്ന് ഓർഡർ ഇട്ടു. അപ്പൊ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഭൂമിയിലിറക്കി. വർഷങ്ങളോളം അവർ ദുആ ചെയ്തു. എവിടെ ഇറങ്ങിയത്? ശ്രീലങ്കയിൽ, ഈ ഭാരതത്തിന്റെ മണ്ണിൽ. ഒരു ഹദീസ് കേട്ടോ, നല്ലപോലെ കേട്ടണം. ആദം നബിയാണ് നമ്മുടെ പ്രഥമ പൗരൻ. ഓർത്തോ, കളി വേണ്ട. ഇന്ത്യയിൽ നമ്മളോടുള്ള കളിയൊന്നും വേണ്ട. ഇതെല്ലാം പ്രശ്നങ്ങളിലേ തീരുള്ളൂ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ഉദരജീവികളും പല പ്രാണികളും ആദം നബിയെ ഇടങ്ങേറാക്കാൻ ശ്രമിച്ചു. ഒറ്റപ്പെട്ട് ഭാര്യയില്ല, കൂട്ടുകാരുമില്ല, ആരുമില്ല. ഒറ്റയ്ക്കാണ് ആദം നബി. ഇങ്ങനെ ഇതേപോലെ ഒരു കാട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. ഇപ്പൊ നിങ്ങളെ അങ്ങോട്ട് പോകുമ്പോൾ ഗൂഡല്ലൂർ കാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പോയാൽ രാത്രിയായ എന്തായിരിക്കും രംഗം ആലോചിച്ച് നോക്കും. ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. കയ്യിലും കാലിലും ഒക്കെ പാമ്പുകളൊക്കെ കയറാനൊക്കെ തുടങ്ങി. ഉടനെ അള്ളാഹു തആലയോട് പറഞ്ഞു, പടച്ചവനെ റബ്ബേ, അള്ളാഹുവേ, ഇനി വല്ലാത്ത കുടുക്കിൽ എന്നെ നീ പെടുത്തിയില്ലേ. ആദം നബി തൗബ ചെയ്തു. എന്താണ് ആ തൗബ? ആ തൗബയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓർത്തോ, എപ്പോഴും ചെയ്തോണം. എന്താ അതിനകത്തുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഒരു പ്രവാചകൻ പറയുന്ന വാക്കാണ്. റബ്ബനാ ളലംനാ. ഒരു പ്രവാചകൻ പറയാണ്, ഞാൻ അക്രമിയായി അല്ലാ. ഇന്ന് നമ്മൾ പലരെയും നോക്കി നീ ലാലിമാണെന്ന് നമ്മൾ പറയാറില്ലേ? അതേ വാക്ക് തന്നെയാണ് ഒരു പ്രവാചകൻ പറയുന്നത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിച്ചു പോയി അല്ലാ. ഞങ്ങൾ അക്രമികളായി പോയി അല്ലാ. നീ ഞങ്ങളോട് പൊറുത്തില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ തീരാ നഷ്ടത്തിലാകും അല്ലാ. അതുകൊണ്ട് ഞങ്ങളോട് നീ കരുണ ചൊരിയണേ അല്ലാ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏകാന്തത അനുഭവപ്പെട്ടപ്പോ പടച്ചവനോട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവലാതി പറയുകയുണ്ടായി. ഉടനെ ആദം നബിക്ക് ഒരു സമാധാനത്തിനും ഒരു സന്തോഷത്തിനും ഒരു കൂട്ടിനും വേണ്ടി ഫനസല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇന്ത്യയിലേക്ക് അല്ലാഹു അയക്കുകയാണ്. പ്രഥമമായി ദൂതനായ ജിബ്രീൽ വന്ന മണ്ണാണ് ഈ ഭാരതത്തിന്റെ മണ്ണെന്ന് ഓർക്കണേ. വെറുതെയല്ല ജിബ്രീൽ വന്നത്. ഫനാദാ ബിൽ അദാൻ. ആദം നബിയുടെ അരികിൽ നിന്ന് ജിബ്രീൽ ബാങ്ക് വിളിക്കുകയാണ്. ആ ബാങ്കിലൂടെ ബഹുമാനപ്പെട്ട ആദം നബി കേൾക്കുകയാണ്. ഫലമ്മാ സമിഅ ദിക്റ മുഹമ്മദിൻ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ ബാങ്ക് വിളിച്ചപ്പോ അതിൽ മുഹമ്മദിന്റെ പേര് വന്നപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻ ഹാദാ മുഹമ്മദുൻ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ? ഈ മുഹമ്മദ് ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ മറുപടി പറയുകയാ, ഹാദാ ആഖിറു വലദിക മിനൽ അംബിയാ. അംബിയാ മുർസലീങ്ങളിൽ അവിടുത്തെ പരമ്പരയിൽ, അവിടുത്തെ സന്താന പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ്. ആദ്യമായിട്ട് ബാങ്ക് വിളിച്ച്, ഈ ബാങ്കിനെ വിളിക്കാൻ പാടില്ല എന്നല്ലേ പറയാ?
ഇവിടെ വന്ന് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ബാങ്ക് വിളിച്ചു ആദ്യം, എന്നിട്ട് ഈ ബാങ്ക് വിളിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ജിബിരിയിൽ ഇറങ്ങിയ മണ്ണാണ്. ആ ജിബിരിൽ ഒരു വടി കൊണ്ടുവന്ന് ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ കൊടുത്തു. ആ വടിയാണ് കാലക്രമേണ മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ടെന്ന ചരിത്രം അറിയില്ലേ? സ്വർഗത്തിൽ നിന്ന് കുറച്ച് വിഭവങ്ങളും ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്തിച്ചു കൊടുത്തു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തെന്നും ആദം നബി തന്നെ കൊണ്ടുവന്നൊന്നുമുണ്ട്. നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഉണ്ടല്ലേ, നമ്മൾ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ഉടനെ ഭാര്യയ്ക്ക് കൊടുക്കാൻ, മക്കൾക്ക് കൊടുക്കാൻ, ബാക്കിയൊക്കെ സാധനം ഗോഡൗണിൽ വരുന്നുണ്ട്. എന്നാലും കയ്യിൽ കുറച്ച് കൊണ്ടുവരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എത്തിച്ചു കൊടുത്തു. അതിലൊന്നാണ് ആ വടി, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത വടി. അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ കടന്ന് വന്ന് പല പല പ്രവാചകന്മാരിലൂടെ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിലെ ആ വടി, അത് അടിക്കാൻ പറഞ്ഞില്ലേ, കല്ലിലൂടെ ഉറവ വന്നതും കടലിൽ അടിക്കാൻ പറഞ്ഞതൊക്കെ വെറും സാധാരണ ഒരു വടിയല്ല, അത് സ്വർഗത്തിൽ നിന്ന് വന്ന വടിയാണ്. അതേപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ഊദ് കൊണ്ടുവന്നു. ആ ഊദാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആസാമിലാണ്. അതുകൊണ്ടാണ് ആസാം മുതൽ പണി തുടങ്ങുന്നത്. മനസ്സിലായോ? അറബികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഊദുൽ ഹിന്ദാണ്, ഇന്ത്യയുടെ ഊദാണ് അറബികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അത് എവിടെയാ കൂടുതലുള്ളത്? ആസാമിലാണുള്ളത്. അതാണ് ഊദ്. അവിടെ നിന്ന് ഈ മുസ്ലിങ്ങളെ മൊത്തം ഇവിടെ നാട്ടി ഓടിച്ചാലേ ഇതും കൂടെ അമ്മക്ക് ഇപ്പൊ കരസ്ഥമാക്കാൻ പറ്റുള്ളൂ. പണി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഏലം കൊണ്ടുവന്ന്, ഏലം ലോകത്ത് ഏറ്റവും കൂടിയ സ്പൈസസ് ഐറ്റംസ്, ഏറ്റവും വില കൂടിയതും ഏറ്റവും പ്യുവർ, വെരി പ്യുവർ ഓർഗാനിക് സാധനം, സ്പൈസസ്, ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങൾ എവിടെയുള്ളത്? അത് കേരളത്തിലാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തമ്പടിച്ചത്. മൂന്നാറില്, ഇടുക്കിയില്, ഇവിടൊക്കെ തമ്പടിച്ചത്. അവിടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ കോട്ടകളൊക്കെ നമുക്ക് കാണാമല്ലോ, തുരങ്കങ്ങൾ കാണാമല്ലോ. ഇവിടെ നിന്നാണ് ആ സാധനങ്ങളൊക്കെ അവരങ്ങോട്ടേക്ക് അടിച്ചു മാറ്റിപ്പോയത്. ഏറ്റവും നല്ല സാധനം ഇവിടെയാണ്. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരൻ, ആര് കൊണ്ടുവന്നു ഇതിന്റെയൊക്കെ തബറുക്ക്, ബർക്കത്ത്? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. കേരളക്കരയിലേക്ക് ആ ബർക്കത്ത് അല്ലാഹു തആല വ്യാപിപ്പിക്കുകയും കേരളത്തിൽ നിന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിലെ ഒരു സ്വഹാബി ഇഞ്ചി കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തു. അന്ന് കേരളത്തിൽ നിന്ന് നബി തങ്ങൾക്ക് ഇഞ്ചി കൊടുക്കണമെങ്കിൽ ആര് പോകണം? ഇന്ന് ഇന്ത്യയിലെ ഒന്നാമത്തെ മസ്ജിദ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ പെരുമാൾ മസ്ജിദാണ്. ചരിത്രത്തിൽ ചക്രുത്തി പെരുമാൾ എന്ന സ്ഥാനം പിടിക്കപ്പെട്ട താജുദ്ദീൻ നബി തങ്ങൾ പരിശുദ്ധമായ ജിദ്ദയിൽ തമ്പടിച്ചപ്പോ ആ താജുദ്ദീൻ എന്ന് പറയുന്ന ചക്രുത്തി പെരുമാൾ താജുദ്ദീൻ എന്ന പേരിന് അർഹനായി നബി തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി സ്വഹാബിയായെങ്കിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇഞ്ചി സുലഭമായി ലഭിച്ചിരുന്ന കേരളത്തിലാണ്. അന്ന് ഇഞ്ചി കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി കൊടുത്തത് ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾ മദീനയിൽ ഇരിക്കുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സിന്ധിൽ നിന്ന് ഒരു സഹോദരൻ ഒരു പൊതിക്കെട്ട് നബി തങ്ങളുടെ കൈകളിൽ കൊണ്ട് ഏൽപ്പിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ അത് തുറന്നിട്ട് ഓരോ കഷണം ഞങ്ങൾ 10 പേരടങ്ങുന്ന സംഘങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ വെച്ച് നീട്ടുകയുണ്ടായി. അത് സഞ്ചബീലായിരുന്നു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ സഞ്ചബീൽ എന്ന് പറയുന്ന ഇഞ്ചി അന്ന് സുലഭമായി ലഭിച്ചിരുന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ്. മഹാനായ താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഈ കേരളത്തിൽ കാലുകുത്തുകയും ഇവിടെ നിന്ന് നബി തങ്ങൾ ആ ഇഞ്ചി ഭക്ഷിക്കുകയും ചെയ്തതിന്റെ ബർക്കത്താണ് ഈ നാട്ടിൽ അല്ലാഹു തആല ഇറക്കിയ ഓരോ അനുഗ്രഹങ്ങളും. ചരിത്രത്തിൽ നിലമ്പൂരുകാരാ നിങ്ങൾക്ക് ഒരു അനുഭവമുണ്ട്. ഇവിടത്തെ തേക്കിന്റെ കഷണം കൊണ്ടാണ് ആയിഷ ബീവിയുടെ കട്ടിലിന്റെ കാല് പണിതതെന്ന് ചരിത്രത്തിൽ കാണാം. അന്ന് തേക്ക് സുലഭമായിരുന്നത് നിങ്ങളുടെ സ്വന്തം നാടായ നിലമ്പൂരിന്റെ മണ്ണിലാണ്. ഒരു പക്ഷെ നിലമ്പൂരിൽ നിന്നായിരിക്കാം എന്ന് പറഞ്ഞ നാളെ ഇവറുകൾ കളിക്കണ്ട. ഇവര് അമ്മടെ തേക്ക് കൊണ്ട് ആയിഷ ബീവി കട്ടിലിന്റെ കാലുണ്ടാക്കി. ചരിത്രത്തിലുണ്ട് കേരളത്തിന്റെ ഒരു തേക്ക് കൊണ്ടുപോയിട്ട് ആയിഷ റളിയല്ലാഹു തആലയുടെ വീട്ടിന്റെ കട്ടിലിന്റെ കാലുണ്ടാക്കിയത്. വെറുതെ എന്നുള്ള ബർക്കത്ത് ഇവിടെ എല്ലാ നാടിനേക്കാളുള്ള ബർക്കത്ത് എന്തുകൊണ്ടാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അടങ്ങിയത് എവിടാ? ഒമാനിലാണ്. ഒമാന് മൊത്തം മരുഭൂമിയാണ്. അവിടെ ഒരു പച്ചയുമില്ല. പക്ഷെ ബഹുമാനപ്പെട്ട താജുദ്ദീൻ ചേരമാൻ പെരുമാൾ റളിയല്ലാഹു തആല അദ്ദേഹം അടങ്ങിയിരിക്കുന്ന സലാല ഒന്ന് പോയി നോക്ക്, കേരളം പോലെയാണ്. പോയിട്ടുണ്ടോ സലാലയിൽ? ഒന്ന് പോണം. മാങ്ങ ഉണ്ട്, തേങ്ങ ഉണ്ട്, കരിക്ക്, ഇളനീര്, വാഴ, നെല്ല്, അരി, കപ്പ, മരച്ചീനി, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്.
എല്ലാ ബർക്കത്തും. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പടച്ചോനെ നമ്മളിപ്പോൾ നിലമ്പൂരിലൂടെയാണോ പോകുന്നത്, കേരളത്തിലൂടെയാണോ പോകുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. കാരണം എന്താ, അവിടെ കിടക്കുന്നത് ആരാ? ബഹുമാനപ്പെട്ട താജുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു. ആ മഹാനുഭാവനാണ് നമ്മുടെ നാട്ടിൽ ജനിച്ചത്. നമ്മൾ ചിന്തിക്കണം, അതിൻ്റെ ബർക്കത്താണ് കേരളം. അതുകൊണ്ടാണ് യൂറോപ്യൻകാർ ഗോഡ്സ് ഓൺ കൺട്രി, ഖൈറുള്ള, അറബികൾ വിളിച്ചിരുന്ന വിളിയാണ് ഖൈറുള്ള. ഖൈറുള്ള ഖൈറുള്ള എന്ന് അറബികൾ വിളിച്ചിരുന്നു. ഖൈറുള്ള 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 ഖൈറുള്ള. അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലോപിച്ച് കേരള 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 എന്നായി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ഖൈറുള്ള എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖൈർ ഇറങ്ങിയ നാടാണ്. അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സ്വന്തം നാട്. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല നമുക്ക് ചെയ്തത് ഈ കേരളത്തിന്റെ മണ്ണിൽ. സംസ്കാരം, സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും എല്ലാ നിലയ്ക്കും സാംസ്കാരിക ഉത്ബുദ്ധർ ഒരുമിച്ച് കൂടുകയും സമത്വവും സൗഹാർദ്ദവും സഹവർത്തിത്വവും വിദ്വേഷമില്ല, വിഭാഗീയതയില്ല, എല്ലാം ഒത്തുഇണങ്ങിയ ഒരു സംസ്ഥാന അല്ലേ കേരളം, സംസ്ഥാനമല്ലേ? അതുകൊണ്ടാണ് ബംഗാളികൾ പോലും പറയുന്നത് ഏറ്റവും നല്ല നാട്, ഏറ്റവും റാഹത്തായിട്ട് താമസിക്കാൻ പറ്റിയത് ബംഗാളിലാണ്, അല്ല കേരളത്തിലാണ്. അതുകൊണ്ട് ബംഗാളി ഇവിടെ വന്നിട്ടുണ്ട്. നാളെ ഇപ്പൊ കേരളം ബംഗാളം ആകാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഒരു മാസത്തിൽ പെർ മന്ത് 5000 കോടി രൂപ കേരളത്തിൽ നിന്ന് ബംഗാളിലേക്ക് പോകുന്നുണ്ട്. എല്ലാം അറിയുന്നുണ്ടോ? ഒരു ബംഗാളി മാസം തോറും 10000 രൂപ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബംഗാളി മാസത്തിൽ 10000 രൂപ അയച്ചു കൊടുക്കും. 4 ലക്ഷം ബംഗാളി ഉണ്ട് പെരുമ്പാവൂര് മാത്രം. 5 ലക്ഷം ബംഗാളി 10000 രൂപ വെച്ച് അയച്ചു കൊടുത്താൽ തന്നെ എത്ര ആയിരം കോടിയായി? കണക്ക് കൂട്ടിയാൽ മതി. വീട്ടിൽ പോരുന്നു പുറേ പോരുന്നു 5000 കോടി രൂപയായി. ഇവിടെ നമ്മൾ വലിയ മോലാളിയായിട്ട്, നമ്മൾ ഗൾഫിൽ നിന്ന് 800 രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നിട്ട് വലിയ മോലാളിയായിട്ട് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 1500 രൂപ അവന് നമ്മൾ ശമ്പളം കൊടുക്കുകയാണ്. അവൻ മാസം തോറും കേരളത്തിൽ നിന്ന് 10000 കോടി രൂപ അവൻ്റെ നാട്ടിലേക്ക് അയക്കുകയാണ്. ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ. അപ്പൊ എന്തായാലും അതൊക്കെ ഒരു ബർക്കത്തേതാ, കേരളത്തിന്റെ മണ്ണിന്റെ ബർക്കത്താണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റൊരു ബർക്കത്ത് പറഞ്ഞുതരാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അലി റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. ഒരു നല്ല തണുത്ത കാറ്റ് അലിയാർ തങ്ങളുടെ തലയ്ക്ക് മീതെ തലോടിപ്പോയപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയുണ്ടായി, അലിയേ, ഈ കാറ്റ് ഏത് നാട്ടിലെ കാറ്റെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയേ, ഇല്ല നബിയേ, അറിയില്ല. ലാ യാ റസൂലല്ലാഹ്, ഖാല റസൂലുള്ളാഹി കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അത്യബു റീഹിൽ അർളി അൽ ഹിന്ദു, ഭൂമിയിലെ ഏറ്റവും നല്ല രസമുള്ള മണ്ണ്, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല മണ്ണ് അൽ ഹിന്ദു, അത് ഇന്ത്യയുടെ മണ്ണാണ്. ഫഅല്ലഖത് ശജറഹാ മിൻ റീഹിൽ ജന്ന, ആ ഇന്ത്യയിലെ വൃക്ഷങ്ങളെയും സ്വർഗത്തിലെ കാറ്റിനെയും അല്ലാഹു കൂട്ടിയിണക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അറബി കലാലയം. അറബികൾ ഇന്ത്യയിൽ വന്നിട്ട് ഇൽമു പഠിച്ചുകൊണ്ടൊക്കെ പോയത്. ഏറ്റവും വലിയ കലാലയം അതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഏറ്റവും വലിയ പണ്ഡിതന്മാർ മനസ്സിലാക്കണം, സ്വർഗത്തിലെ കാറ്റും ഇന്ത്യയിലെ വൃക്ഷങ്ങളുമായി അല്ലാഹു തആല ബന്ധിപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞ കാര്യമാണോ? വെറുതെ നല്ല മൈക്കുപോലെ പാടിയത്. സാരേ ജഹാം സേ അച്ഛാ ഹിന്ദു സിതാ ഹമാരാ ഹമാരാ, സാരേ ജഹാം സേ അച്ഛാ, ഏറ്റവും നല്ല നാട്, ഏറ്റവും നല്ല നാട് ഇന്ത്യയുടെ മണ്ണാണ്, ഇന്ത്യയുടെ മണ്ണാണ്, ഇന്ത്യയുടെ മണ്ണാണ്. മദ്ഹബ് നഹീം സിഖാതാ ആപസ് മേ ബൈർ റഖ്നാ, ഒരു മദ്ഹബും പഠിപ്പിക്കുന്നില്ല, ഒരു സമുദായവും പഠിപ്പിക്കുന്നില്ല പരസ്പരം വൈരം വെച്ച് പുലർത്താൻ, പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ. ഹിന്ദി ഹേ ഹം, നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്. വതൻ ഹേ, നമ്മുടെ രാജ്യം. ഹിന്ദു സിതാ ഹമാര ഹമാര, സാരേ ജഹാം സേ അച്ഛാ, നമ്മുടെ രാജ്യം ഏത്? ഹിന്ദു, ഇന്ത്യ, സിന്ധ്. ഇനി ഹിന്ദി എന്ന പദം ഏത് പദ സുഹൃത്തുക്കളെ? അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിന് അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. ഇന്നലകളിലൊന്നും ഉണ്ടായതല്ല ഹിന്ദ്. ഈ പേര് ഇന്നലകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് പറഞ്ഞത് ഇന്നലകൾ ഉണ്ടായതാണോ ഇത്?
അറേബ്യൻ മണലാരണ്യത്തിലെ സമൂം പർവ്വതത്തിനെ അറബികൾ വിളിച്ചിരുന്ന പേര് ഹിന്ദ് എന്നാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രഥമ ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ 2 മക്കളുടെ പേരും ഹിന്ദ് എന്നാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കം പിടിച്ചെടുത്തത് അബൂ സുഫിയാന്റെ കൈകളിൽ നിന്നല്ലേ? അബൂ സുഫിയാൻ മക്കയുടെ രാജാവാണെങ്കിൽ അബൂ സുഫിയാന്റെ ഭാര്യ മക്കയുടെ റാണിയായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നെങ്കിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുടെ പേരെന്താണ്? ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. അതേ ഉഹദ് യുദ്ധത്തിൽ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ കരളെടുത്ത് ചവച്ചു തുപ്പിയ ഒരു മഹിതയെ ഓർമ്മയുണ്ടോ? അവരാണ് പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉതുബത്തിന്റെ മകൾ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹാ. ഹിന്ദ് എന്ന പദം എവിടുത്തെ? ഇസ്ലാം, മുസ്ലിം പദാഭിവ. ഇതൊക്കെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇതിപ്പോൾ വല്ലവന്മാർക്ക് നമ്മൾ എഴുതി കൊടുക്കാൻ പറ്റുമോ? സുഖിപ്പിക്കാം. നമ്മളെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ സുഖിക്കാൻ ഇപ്പൊ സൗകര്യം ചെയ്തു തരാം. ഓടിവാ. അപ്പൊ എല്ലാരെയും ഓടിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരൊക്കെ ഓടിച്ചു? അതിന് വലിയ സ്വലാത്തു വസ്സലാമിനെ ഓടിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്കെന്താ? വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം ലനുഖ്രിജന്നകും മിൻ അർളിനാ. പ്രവാചകന്മാരെ, നിങ്ങളെ സ്വന്തം മണ്ണിൽ നിന്ന് പൗരത്വത്തിന്റെ പേരിൽ ഞങ്ങൾ പുറത്താക്കും. ഇല്ലെങ്കിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. ഇന്ന് നമ്മുടെ കേന്ദ്രം പറയുന്നത് പോലെ ഗർവാപ്പസി ഞങ്ങളുടെ പൂർവികരുടെ മതത്തിലേക്ക് മടങ്ങി വന്നോ എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ പൗരത്വം നൽകാം. ഇത് നമ്മുടെ കേന്ദ്രമന്ത്രി പറയുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ സത്യത്തെ ലോകത്തെ പഠിപ്പിക്കാൻ വന്നപ്പോ അവരുടെ പ്രതിയോഗികളും പറഞ്ഞത് ഇതേ വാക്ക് തന്നെ. ലനുഖ്രിജന്നകും മിൻ അർളിനാ ഔ ലതഊദുന്ന ഫീ മില്ലത്തിനാ. ഇവിടെ ഞങ്ങൾ മാറ്റും. ഒന്നുകിൽ ഇങ്ങോട്ട് മടങ്ങി വാ, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓടിച്ചുവിടുന്നു. പൗരത്വത്തിന്റെ പേരും പറഞ്ഞ് ഓടിച്ചുവിടുന്നു. അടുത്ത പ്രവാചകനെ വിളിച്ചു. قال الملأ الذين استكبروا من قومه لنخرجنكم يا شعيب والذين آمنوا معك من قريتنا أو لتعودن في ملتنا. ഒരു വിഭാഗം അഹങ്കാരികളും ഒരു വിഭാഗം ഫാസിസ്റ്റുകളും ഒരു വിഭാഗം നാസിസ്റ്റുകളും ഒരു വിഭാഗം തമ്മാടികളും അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ആൾബലത്തിന്റെയും പേരിൽ ബഹുമാനപ്പെട്ട ശുഐബ് നബിയെ നോക്കിയിട്ട് പറയുകയാണ്, യാ ശുഐബ്, ശുഐബേ വല്ലദീന ആമനൂ മഅക, നിന്നെയും നിന്നോടൊപ്പമുള്ള മുസ്ലിമീങ്ങളെയും ഞങ്ങളുടെ നാട്ടിൽ നിന്ന്, നിന്റെ നാട്ടിൽ നിന്ന്, ഈ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ പൗരത്വമില്ലാത്തതിന്റെ പേരിൽ പുറത്താക്കുക തന്നെ ചെയ്യും. ഇല്ല എങ്കിൽ ഔല തഊദുന്ന ഫീ മില്ലത്തിന